എന്താണ് MAC അഡ്രസ്? MAC അഡ്രസ് എന്നാൽ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം, MAC അഡ്രസ് എന്ന് പറയുന്നത്. MAC ID എന്നും പറയും. അതായത് ഒരു നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഡിവൈസുകളുടെ തിരിച്ചറിയാൻ ഓരോന്നിനെയും വ്യത്യസ്തമായിട്ട്, അതായത് ഓരോന്നായിട്ട് തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത്, MAC ID എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡിവൈസിന് ഒരു MAC ID ഉണ്ടെങ്കിൽ അത് ലോകത്ത് എവിടെയും വേറെ ഉണ്ടാകില്ല. അതായത് യുണീക്ക് ആയിരിക്കും, ഒരേ ഒരു MAC ID ആയിരിക്കും ആ ഒരു ഡിവൈസിന് ഉണ്ടാകുന്നത്. സോ അതിനെയാണ് ഈ ഒരു MAC ID എന്ന് പറയുന്നത്. പിന്നെ ഈ MAC ID സാധാരണയായിട്ട് 6 ബൈറ്റുള്ള ഹെക്സാഡെസിമൽ നമ്പറായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് A തുടങ്ങി F വരെയുള്ള ആൽഫബറ്റുകളും നമ്പറുകളുമായിട്ടുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറായിട്ടാണ് ഈ ഒരു MAC അഡ്രസ് കാണപ്പെടുന്നത്. ഇതിൽ തന്നെ ഈ ഒരു നമ്പർ, ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു നമ്പറിൽ തന്നെ ആദ്യത്തെ 3 ബൈറ്റുകൾ അതിൻ്റെ നിർമ്മാതാക്കളെ, മാനുഫാക്ചേഴ്സിനെ, ഇപ്പോൾ റൗട്ടേഴ്സിലൊക്കെ പറയുകയാണെങ്കിൽ ലിങ്ക്സിസ്, നെറ്റ്ഗിയർ, TP-Link തുടങ്ങിയുള്ള മാനുഫാക്ചേഴ്സായിരിക്കും ആദ്യത്തെ 3 ബൈറ്റുകളിൽ കാണുന്നത്, ബൈറ്റുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ 3 ബൈറ്റുകളാണ് ആ ഒരു ഡിവൈസിനെ സൂചിപ്പിക്കുന്നത്. ഏതാണ് ആ ഡിവൈസ് എന്നും അത് ഏതാണ് എന്നുള്ള ഡിവൈസിനെ സെപ്പറേറ്റ് സൂചിപ്പിക്കുന്നത് ആ ഒരു അവസാനത്തെ 3 ബൈറ്റാണ് അതിനെ സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അതായത് MAC അഡ്രസ്സിൻ്റെ ഉപയോഗം എന്താണ്, ഇതെന്തിനുകൊണ്ട് നമുക്ക് ഈ MAC അഡ്രസ്സ് വേണമെന്ന് നോക്കാം. അതായത് MAC അഡ്രസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നെറ്റ്വർക്ക്, അതായത് ഇപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആകാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആകാം, എവിടെയുള്ള നെറ്റ്വർക്കുകളായാലും അത് തമ്മിൽ ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് ആശയവിനിമയം നടത്താൻ, അതായത് 2 ഡിവൈസുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ, അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആകാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആകാം. അപ്പോൾ ആ ഒരു ആശയവിനിമയം നടത്താനായിട്ടാണ് ഈ ഒരു MAC അഡ്രസ്സ് ആവശ്യം വരുന്നത്. ഈ ഒരു MAC അഡ്രസ്സിൽ നമുക്ക് ഈ ഒരു ആശയവിനിമയം നടത്താൻ നേരത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരും. അതായത് പിന്നെ എന്തിനാ IP അഡ്രസ്സ്? അതായത് ഈ ഒരു MAC അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ആശയവിനിമയം നടത്താമെങ്കിൽ നമുക്ക് എന്തിന് IP അഡ്രസ്സ് വേണമെന്നൊരു ഡൗട്ട് അവിടെ വരും. സോ അവിടെ IP അഡ്രസ്സ് എന്തിനു ഉപയോഗിക്കാം എന്ന് നോക്കാം. അതായത് IP അഡ്രസ്സും ഓരോ ഡിവൈസിനും ഓരോന്ന് തന്നെയായിരിക്കും. നമ്മൾ MAC അഡ്രസ്സിൽ പറഞ്ഞ പോലെ തന്നെ IP അഡ്രസ്സും ഓരോ ഡിവൈസിനും ഓരോ IP അഡ്രസ്സ് തന്നെയായിരിക്കും. എന്നാൽ ഈ IP അഡ്രസ്സ് ഒരു നിശ്ചിത കാലയളവിൽ മാറിക്കൊണ്ടിരിക്കും. അതായത് ഫിക്സഡ് ആയിരിക്കില്ല, ഒരു നിശ്ചിത കാലയളവിൽ ഈ ഒരു IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ MAC അഡ്രസ്സ് മാറുന്നില്ല. അതുപോലെ തന്നെ IP അഡ്രസ്സ് നമ്മൾ അയക്കേണ്ട ഡേറ്റയുടെ ലൊക്കേഷനാണ് കാണിക്കുന്നത്. അതായത് ഏത് ലൊക്കേഷൻ, അതായത് ഇപ്പോൾ എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ഡിവൈസ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ലൊക്കേഷനാണ് ഈ IP അഡ്രസ്സ് കാണിക്കുന്നത്. എന്നാൽ MAC അഡ്രസ്സ് കാണിക്കുന്നത് ആ ലൊക്കേഷനിൽ ഇത് ഏത് ഡിവൈസാണ്, അതായത് ഡിവൈസ് ഏതാണെന്നാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉപകരണം അത് ഏതാണെന്നാണ് ഒരു MAC അഡ്രസ്സ് കാണിക്കുന്നത്. ഈ ലൊക്കേഷൻ കാണിക്കുന്നത് IP അഡ്രസ്സും ആ ഒരു ഡിവൈസിന് ഈ ഒരു MAC അഡ്രസ്സുമാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ആ ഒരു MAC അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ആശയവിനിമയം സാധ്യമാകുള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനം. പിന്നെ ഇത് നമ്മൾക്ക് ഇതൊന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഉദാഹരണം, ഇപ്പോൾ ഇതൊരു ഹൗസിംഗ് കോളനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു മെയിൽ വന്നു, ഒരു മെയിൽ വരികയാണ്, അതായത് ഒരു പോസ്റ്റൽ വരികയാണ്. പോസ്റ്റൽ വരുമ്പോൾ അതിനകത്ത് ആ പോസ്റ്റലിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. സോ അഡ്രസ്സ് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഏത് വീടാണ്, ഇപ്പോൾ ഈ ഒരു വീട്ടിലോട്ടാണ് അഡ്രസ്സ് വന്നേക്കുന്നത്. സോ ആ ഒരു അഡ്രസ്സ് അനുസരിച്ച് ആ വീട്ടിൽ വരും. അപ്പോൾ ഈ ഒരു അഡ്രസ്സാണ് IP നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ വീട്ടിലുള്ള ആരാണ്, ഇപ്പോൾ അവിടെയുള്ളൊരു ഇപ്പോൾ ഒരു തോമസ് ജോർജ് എന്നൊരാളാണ് അവിടെ ഉള്ളതെന്ന് വയ്ക്കുക. അപ്പോൾ ഈ തോമസ് ജോർജ് എന്ന് പറഞ്ഞ ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് MAC അഡ്രസ്സ്. അതായത് ആ ഒരു മെയിൽ വരുമ്പോൾ വരുന്ന ആ ഒരു അഡ്രസ്സാണ് IP, അതായത് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഹൗസിംഗ് കോളനി എവിടെയാണെന്നും അവിടെയുള്ള വീട് ഏതാണെന്നും കണ്ടുപിടിക്കാനുള്ള ആ ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സായിട്ട് വരുന്നത്. പക്ഷേ അവിടുത്തെ ആ IP അഡ്രസ്സ്, ആ ലൊക്കേഷനിലെ അഡ്രസ്സ് മാത്രം പോരാ, അവിടെയുള്ള ഇയാളുടെ പേര്, അതായത് ആളേതാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ്, അവിടെ താമസിക്കുന്ന ആളുടെ പേരായിട്ടായിരിക്കും ഈ ഒരു MAC അഡ്രസ്സ് വരുന്നത്. ആ ലൊക്കേഷനാണ് IP ആയിട്ട് വരുന്നതും MAC അഡ്രസ്സ് അവിടെയുള്ള ഡിവൈസിനെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് ഒരു ചുരുക്കി പറഞ്ഞാലായിട്ട് അവിടെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ്, അതായത് ഇപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഇപ്പോൾ 3-4 കമ്പ്യൂട്ടറുകളുണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ കാണുന്ന പോലെ 3-4 കമ്പ്യൂട്ടറുകളുണ്ട്. അവിടെ ഓരോന്നിനും ഓരോ IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഡിവൈസിൽ നിന്നും അടുത്ത ഡിവൈസിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് അപ്പോൾ ഒരു ഡിവൈസിനടുത്ത ഡിവൈസിലോട്ട് ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ അപ്പോൾ അവിടെ എന്താണ് സാധിക്കുന്നത്, അവിടെ IP അഡ്രസ്സ്, ഇപ്പോൾ ഒരു ARP റിക്വസ്റ്റ് എന്ന് പറയും, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ.
അതാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ഒരു ആശയവിനിമയം നടത്തുമ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയിട്ട് ഈ ഒരു നെറ്റ്വർക്കിൽ പെട്ടതാണോ, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു IP അഡ്രസ്സ് എല്ലാം ഒരു സീരിയലിൽ പെടുന്നതാണ്, അതായത് ഒരേ സീരീസിൽ പെടുന്ന നമ്പേഴ്സാണ്, IP നമ്പറാണ്. സോ അവർക്ക് അതിന് മനസ്സിലാവും നമ്മൾ ആശയവിനിമയം നടക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ A എന്നുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ആ ഒരു C എന്നുള്ള കമ്പ്യൂട്ടറിലോട്ടാണ് ആശയവിനിമയം നടത്താമെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനുള്ളിലാണ് ഈ ഒരു C എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഇരിക്കുന്നതെന്ന് ആ ഒരു കമ്പ്യൂട്ടറിന് A എന്നുള്ള കമ്പ്യൂട്ടർ നമ്മൾ അയക്കാൻ പോകുന്ന കമ്പ്യൂട്ടറിന് മനസ്സിലാകും. അപ്പോൾ അത് ആ നെറ്റ്വർക്കിനുള്ളിലാണെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു MAC അഡ്രസ്സ്, അതിൻ്റെ MAC അഡ്രസ്സ് ഈ IP മുഖേന തന്നെ അതിൻ്റെ MAC അഡ്രസ്സ് മനസ്സിലാക്കുകയും ആ ഒരു സന്ദേശം ഈ ഒരു കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് പുറത്തുള്ള ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക, പുറത്തുള്ള ഒരു IP അഡ്രസ്സിലോട്ടാണ് ഇതിൻ്റെ റിക്വസ്റ്റ് പോകേണ്ടത് അല്ലെങ്കിൽ സന്ദേശം പോകേണ്ടതെന്ന് വയ്ക്കുക. അത് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലല്ല, വൈഡ് ഏരിയ നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴും ഈ ഒരു ARP റിക്വസ്റ്റ്, ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ റിക്വസ്റ്റ് അത് കമ്പ്യൂട്ടർ നോക്കും, ഈ A എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യും. പക്ഷേ അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഇത്തരത്തിലൊരു IP ഇല്ല, അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് അവിടെ ഇല്ല. അപ്പോൾ ഒരു അഡ്രസ്സിലോട്ടാണ് നമുക്ക് അയക്കേണ്ടത്, റിക്വസ്റ്റ് പോകേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും, നേരെ തന്നെ ഈ റൂട്ടറിൻ്റെ ഗേറ്റ് വേയിലോട്ട് പറഞ്ഞു വിടും. അതായത് ഈ ഒരു നെറ്റ്വർക്കിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ആ റൂട്ടറിൻ്റെ ഗേറ്റ് വേയിലോട്ട് പോകും. അപ്പോൾ ആ റൂട്ടറിൻ്റെ ഗേറ്റ് വേയിൽ നിന്ന് അത് തിരിച്ച് അടുത്ത നെറ്റ്വർക്ക്, അതായത് ആ റൂട്ടറിൻ്റെ തന്നെ ഗേറ്റ് വേയിൽ നിന്ന് അതിൻ്റെ നെറ്റ്വർക്ക് എവിടെയാണ്, അടുത്ത നെറ്റ്വർക്ക് എവിടെയാണോ ആ നെറ്റ്വർക്കിലോട്ട് പോവുകയും, അതായത് ഇതിൻ്റെ എൻഡ് യൂസർ ഇരിക്കുന്ന ലൊക്കേഷൻ, അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു google.com www.google.com എന്നിരിക്കുകയാണ്. ഈ google.comൻ്റെ ഒരു നമ്മളിപ്പോൾ നെറ്റിൽ ബ്രൗസറിൽ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു IP അഡ്രസ്സ് കമ്പ്യൂട്ടറിന് കിട്ടും. അതായത് DNS ഉപയോഗിച്ച് അതിൻ്റെ ഒരു IP അഡ്രസ്സ് ഇതിന് കിട്ടും, കമ്പ്യൂട്ടറിന് കിട്ടും. സോ ഈ IP അഡ്രസ്സ് കിട്ടുമ്പോൾ ഈ ഗൂഗിളിൻ്റെ സെർവർ എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേഷൻ നമുക്ക് കിട്ടും. ആ ഒരു ഗേറ്റ് വേയിൽ നമുക്ക് ആ ലൊക്കേഷൻ കിട്ടും. പക്ഷേ അത് എവിടെയാണ്, അതായത് പോകാൻ നേരത്തുള്ള ഒരു MAC ID, അതിൻ്റെ MAC ID നമുക്ക് അവിടെ നിന്ന് കിട്ടുകയില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിട്ട് അടുത്തുള്ള റൗട്ടർ, അതായത് ഈ റൗട്ടറിൻ്റെ തന്നെ അടുത്ത നെറ്റ്വർക്കിൽ പെടുന്ന അതേ സീരിയലിൽ പെടുന്ന അടുത്ത നെറ്റ്വർക്കിലോട്ടും പിന്നെ അതിൻ്റെ അടുത്ത നെറ്റ്വർക്കിലോട്ടും ഉള്ള ഓരോ MAC ID ബേസ് ചെയ്തിട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഈ സഞ്ചരിച്ചിട്ട് അവസാനം ഈ ഗൂഗിളിൻ്റെ സെർവർ ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ വരെ ഇത് സഞ്ചരിക്കുന്നു. ഓരോ റൗട്ടറിൽ നിന്ന് റൗട്ടറിലോട്ട് ഇത് സഞ്ചരിക്കുന്നു. ആ ഒരു സഞ്ചരിക്കുന്നത് ഈ MAC ID ഉപയോഗിച്ചിട്ടാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ എൻ്റെ ലൊക്കേഷനിലെത്താനായിട്ട്, അതായത് ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷനിലെത്താനായിട്ട് സഹായിക്കുന്നത് ഈ IP അഡ്രസ്സാണ്. സോ അങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഇതൊരു സൈമൾട്ടേനിയസ് പ്രോസസ്സാണ്. അതായത് ഈ IP അഡ്രസ്സും ഈ ഒരു MAC അഡ്രസ്സും ചേർന്നാണ് ഈ ഒരു ആശയവിനിമയം നമ്മൾക്ക് സാധ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ IP അഡ്രസ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. MAC ID അല്ലെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറയുന്നതും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ ഇലാബറേറ്റ് ചെയ്ത് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതൊരു സിമ്പിൾ എന്തിനാണ്, അതായത് MAC അഡ്രസ്സും IP അഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.